ബിഗ് ബോസും PR ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഞാൻ ഈ ബിഗ് ബോസ് കഴിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇതിനെപ്പറ്റി സംസാരിക്കാൻ. PR-നെ പറ്റിയിട്ട് ഇത്രയ്ക്ക് വലിയ അപവാദമാണല്ലോ മലയാളികൾക്കിടയിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും PR നല്ലതാണോ? PR ചെയ്യണോ? PR ചെയ്തിട്ട് ബിഗ് ബോസിന് പോകുന്നത് മോശമാണോ? ഒരിക്കലും അല്ല. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് PR. എല്ലാ ബ്രാൻഡുകൾക്കും PR ഉണ്ട്. പബ്ലിക് റിലേഷൻസ് എന്നാണ് പറയുന്നത്. OR അല്ലെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. ഇതൊക്കെ എന്താണെന്നുള്ള കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആൾക്കാരുടെ ഇടയിലോട്ട് ഇറക്കുന്ന സമയത്ത് ഓഡിയൻസിനെ പറ്റി ഒരു ഇമേജ് വേണം. അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള അക്സെപ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഇമേജ് ആയിരിക്കണം. പലയിടത്തായിട്ട് പ്ലേസ് ചെയ്യും, പലയിടത്തായിട്ട് സംസാരങ്ങൾ വരും. ഓർഗാനിക് ആയിട്ട് ചിലപ്പോൾ കാണും, ചിലപ്പം പെയ്ഡ് ആയിട്ടുള്ളത് കാണും. പലയിടത്ത് സ്പോൺസർഷിപ്പുകൾ വരും. ഏത് ആഡ് പോകണം, എവിടെ പൊസിഷനിങ് വേണം, ഏത് രീതിയിലാണ് ബിൽ ബോർഡ്സ് പോകേണ്ടത്, അതിന്റെ മെസ്സേജ് എന്തായിരിക്കും, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ബ്രാൻഡഡ് PRസിൽ ഡിസ്കസ് ചെയ്യുന്നത്. when it comes to ബിഗ് ബോസ്, എന്താണ് ഇവിടെ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇവിടെ പ്രൊഡക്റ്റ്? ഈ വരുന്ന കോണ്ടസ്റ്റൻസ് എത്ര പേരാണോ അതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. 20 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 പേരുമാണ്. അപ്പൊ അതിനകത്ത് രണ്ട് രീതിയിൽ PR വരും. ഒന്ന്, പുറത്തുനിന്ന് കയറുന്ന സമയത്ത് 16 ലക്ഷം രൂപ, എത്ര ലക്ഷം രൂപ ആണെങ്കിലും ഇത് പറഞ്ഞ് സെറ്റ് ചെയ്ത് പുറത്തുനിന്ന് കയറുന്ന ആൾക്കാരുണ്ട്. എല്ലാ ബിഗ് ബോസ് സീസണിലും എനിക്ക് മിനിമം ഒരു 2-3 കോൾസ് വരാറുള്ളതാണ്. റീസൺ, അവർക്ക് ആരെങ്കിലും വേണം ഈ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ. എന്നെ അപ്രോച്ച് ചെയ്യുന്ന ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി, വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നുള്ള രീതിയാണ്. പക്ഷെ ശരിക്കും ഇത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പൊ അവര് ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ഇമേജ് ബിൽഡ് ചെയ്തെടുക്കുക. എല്ലാ പ്ലാറ്റ്ഫോംസിലും ശരിക്കും ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിലും മാത്രമാണോ കാണുന്നത്? അല്ല, ഇവർ പല പല പോയിന്റ്സിൽ നിന്നാണ് കാണുന്നത്. ചിലപ്പോൾ റീലിൽ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഷോർട്സിൽ കൂടെ ആയിരിക്കാം, ചില പല ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടെ ആയിരിക്കാം, പല പല ഏരിയാസിനായിരിക്കും ഇവർ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചെറിയ ഓഡിയൻസ് സെഗ്മെന്റ് ലൈവ് കാണുന്ന ചെറിയൊരു സെഗ്മെന്റേ ഉള്ളൂ. അപ്പം ഈ ലൈവിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശരിക്കുള്ള കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഡിസ്കഷൻ നടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മാസ് ഓഡിയൻസിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പേഴ്സണൽ പ്രൊഫൈൽ വെച്ചിട്ട് മാത്രം പറ്റത്തില്ല. ഇതിന് ഫാൻസ് പേജ് വേണം, ഡിസ്കഷൻ ഗ്രൂപ്പ്സ് വേണം, വാട്സ്ആപ്പ് ഗ്രൂപ്പ് വേണം, ആർമീസ് വേണം. ബിഗ് ബോസ് ഫസ്റ്റ് സീസൺ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പിന്നെ പോകെ ഇപ്പം ആൾക്കാർ കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആയത് കാരണം സോഷ്യൽ മീഡിയ ഇസ് വൺ ഓഫ് ദ മേജർ പ്ലാറ്റ്ഫോം. രണ്ട് രീതിയിൽ PR ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, നേരത്തെ പ്ലാൻ ചെയ്തിട്ടും. രണ്ട്, അവിടെ ചെന്നിട്ട് അവർ കൊടുക്കുന്ന കോണ്ടന്റിനനുസരിച്ച്, അവർ കൊടുക്കുന്ന ഡിസ്കഷൻസിനനുസരിച്ച്, അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിനനുസരിച്ച് ഒരു ഫാൻസ് ഫോം ചെയ്യും. ഈ ഫാൻസ് ഓട്ടോമാറ്റിക്കലി പെയ്ഡ് PR വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അതേപോലെ വർക്ക് ചെയ്യും. അവർ ആർമി ഗ്രൂപ്പ്സ് ഫോം ചെയ്യും, എതിരെ പറയുന്ന ആൾക്കാരുടെ പ്രൊഫൈലിൽ പോയി ഡിസ്കഷൻസ് ഉണ്ടാക്കും, സംസാരവും ഹേറ്റഡ് ക്രിയേറ്റ് ചെയ്യും. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വെക്കുന്നത് PR എന്ന് പറയുന്നത് ഒരിക്കലും മോശമായ ഒരു കാര്യമല്ല. എല്ലാ ബ്രാൻഡ്സിനും ഓൺലൈനിൽ പ്രസന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് എല്ലാത്തിനും ഇത് ആവശ്യമാണ്. മലയാളികൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു മോശം ടൈമായിട്ടുണ്ട് ഈ ഒരു സീസണോട് കൂടി. അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുന്ന സമയത്തും PR ഇസ് എ മസ്റ്റ് തിങ്. നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്കിലും നിങ്ങൾക്കൊരു PR വേണം. ഇല്ലാതെ എങ്ങനെ ആൾക്കാരിൽ എത്തിക്കും? നിങ്ങൾ തന്നെ ആലോചിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ സർക്കിളോ എത്ര രൂപ ആയിക്കോട്ടെ, അത് വേണം. പക്ഷെ ഇത് എത്തിക്കലി ചെയ്യുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. അൺഎത്തിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ സീസണിൽ കണ്ടുള്ള പോലെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മേ ബി യു വിൽ ഗെറ്റ് എ ബെറ്റർ ക്ലാരിറ്റി ഓൺ ദാറ്റ്.